ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് എന്ന ചാപ്റ്ററിൽ പോർട്ട്ഫോളിയോ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. അടുത്ത ഹെഡിങ് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മറ്റ് ചില ക്ലാസിഫിക്കേഷൻസ് ഏതാണ്? ഒന്ന്, ഗിൽറ്റ് ഫണ്ട്. ഗിൽറ്റ്സ് ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് മീഡിയം ടു ലോങ് ടേം മെച്യൂരിറ്റീസ്. ഗിൽറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇടക്കാല ദീർഘകാല സെക്യൂരിറ്റീസിൽ ഗവൺമെൻറ്റിൽ നിക്ഷേപിക്കുന്ന സെക്യൂരിറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെൻറ് ഈസ് ദ ഇഷ്യൂർ ദീസ് ഫണ്ട്സ് ഹാവ് ലിറ്റിൽ റിസ്ക് ഓഫ് ഡിഫോൾട്ട്. ഗവൺമെൻറ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് റിസ്ക് അതിനകത്ത് ഉള്ളൂ. രണ്ട്, ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഫണ്ട്സ് ഓർ ഇക്വിറ്റി ഫണ്ട്സ്. ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ട്സ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ all available type of debt or securities issued by entities across all industries and sectors is a properly diversified debt equity fund. ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസും ഇക്വിറ്റി സെക്യൂരിറ്റീസും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫണ്ടാണ് ഡെപ്റ്റ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ്, വ്യത്യസ്ത വിധത്തിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയുള്ളതാണ്? ഇഷ്യൂഡ് ബൈ എൻറ്റിറ്റീസ് അക്രോസ് ഓൾ ഇൻഡസ്ട്രി സെക്ടേഴ്സ്. എല്ലാ വ്യാപാര മേഖലകളിലും അവരുടെ എൻറ്റിറ്റീസ് സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അതിൽ നിക്ഷേപിക്കുന്നതാണ് ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഫണ്ട്. അതിനകത്ത് ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി എല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർലി ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഫണ്ട്. വളരെ കൃത്യമായിട്ടാണ് അത് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡൈവേഴ്സിഫൈഡ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത, അഷ്യൂർഡ് റിട്ടേൺ ഫണ്ട്സ്. In this fund, returns were indicated in advance for all of the future years of this close-end scheme. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പ്രത്യേകത, ഇതിനകത്ത് നിക്ഷേപിച്ചാൽ എത്ര രൂപ വരുമാനം കിട്ടും എന്നുള്ളവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? ഇൻ ദിസ് ഫണ്ട് റിട്ടേൺസ് വെർ ഇൻഡിക്കേറ്റഡ് ഇൻ അഡ്വാൻസ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ ഇയേഴ്സ്. ഭാവി വർഷങ്ങളിൽ കിട്ടാൻ പോകുന്ന വരുമാനങ്ങളെല്ലാം കൃത്യമായിട്ട് മുൻകൂട്ടി പറയുന്ന ഒരു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണിത്. അടുത്ത, മിഡ് ക്യാപ്പ് ഓർ സ്മോൾ ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട്. ദീസ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓഫ് കമ്പനീസ് വിത്ത് റിലേറ്റീവ്ലി ലോവർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. വളരെ കുറച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനികളുടെ സെക്യൂരിറ്റീസിനെയാണ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിനെയാണ് മിഡ് ക്യാപ്പ് ഓർ സ്മോൾ ക്യാപ്പ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ്ലി ലോവർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, വളരെ കുറച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനികൾ. അടുത്ത, ELSS ഫണ്ട്. ELSS മീൻസ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. It is a subclass of diversified equity fund. Investment in an ELS fetch tax deduction under Section 80C of the Income Tax Act. നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ട് ഉണ്ടല്ലോ, ഇക്വിറ്റി ഫണ്ട്, അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷനാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു സേവിങ്സ് സ്കീമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ സ്കീമിൽ നിക്ഷേപിച്ചാൽ ഇൻകം ടാക്സ് ആക്ട് അണ്ടർ സെക്ഷൻ 80C അനുസരിച്ച് ടാക്സ് ഇളവുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് ഇളവുള്ളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണിത്. വാല്യൂ ഫണ്ട്. വാല്യൂ ഫണ്ട്സ് ആർ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്സ് വിച്ച് പെർസ്യൂ ദ വാല്യൂ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മൂല്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫണ്ടാണ് വാല്യൂ ഫണ്ട്. It involves identifying fundamentally sound companies whose shares are currently underpriced in the market. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. വാല്യൂ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് ഏത് കമ്പനികളുടെയാണെന്ന് നോക്കിയാൽ ഫണ്ടമെൻ്റലി സൗണ്ട് കമ്പനീസാണ്. അടിസ്ഥാനപരമായിട്ട് ഈ കമ്പനികളെല്ലാം വളരെയധികം നല്ല കമ്പനികളാണ്. പക്ഷേ ഇവരുടെ ഷെയറിൻ്റെ വില ഇപ്പോഴെങ്ങനെയാണ്? ഹൂസ് ഷെയർസ് ആർ കറൻ്റ്ലി അണ്ടർ പ്രൈസ്ഡ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ വളരെ വില കുറഞ്ഞ് നിൽക്കുന്ന ഷെയറുകളാണുള്ളത്. അപ്പം അങ്ങനെയുള്ള കമ്പനിയുടെ ഷെയറുകളിലുള്ള ഫണ്ടുകളാണ് വാല്യൂ ഫണ്ട്. അതാണ് വാല്യൂ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത, ബാലൻസ്ഡ് ഫണ്ട്. ഈ ബാലൻസ്ഡ് ഫണ്ട് ഇസ് വൺ ദാറ്റ് ഹാസ് എ പോർട്ട്ഫോളിയോ കംപ്രൈസിംഗ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, preference and equity shares. Their assets are generally held more or less equal proportions between debt or money market securities and equities. ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോക്ക് അല്ലെങ്കിൽ ഈ ഫണ്ടിനകത്ത് എല്ലാം ഉൾപ്പെടും. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, എല്ലാം കൂടെ ഒരു ബാലൻസിലാണ് പോകുന്നത്. എങ്ങനെയാണ് ബാലൻസ് പറഞ്ഞിരിക്കുന്നത്? ഒന്നെങ്കിൽ മോർ ഓർ ലെസ് ഈക്വൽ പ്രൊപ്പോർഷൻസ്, ഏകദേശം തുല്യമായിട്ടായിരിക്കും ഈ ഡെപ്റ്റും ഇക്വിറ്റിയും മാർക്കറ്റ് സെക്യൂരിറ്റീസും എല്ലാം ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്.
അതാണ് ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്മോഡിറ്റി ഫണ്ട് സ്പെഷ്യലൈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെന്റ് കമ്മോഡിറ്റീസ് ഡയറക്ട്ലി ഓർ ത്രൂ ഷെയർസ് ഓഫ് കമ്മോഡിറ്റി കമ്പനീസ് ഓർ ത്രൂ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. കമ്മോഡിറ്റിയുടെ ലൂടെയോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഡീൽ ചെയ്യുന്ന കമ്പനികളിലൂടെയോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലൂടെയോ ഉള്ള ഫണ്ടുകളാണ് കമ്മോഡിറ്റി ഫണ്ട്. കമ്മോഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ ഏലം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ഡീലിങ്സ് നടത്താൻ പറ്റും. കമ്മോഡിറ്റി ഫണ്ടിൽ ഡീലിങ്സ് നടത്താൻ പറ്റും. അപ്പോൾ കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഡീൽ ചെയ്യുന്ന കമ്പനികളിലൂടെയുള്ള ഫണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആർ ദ മ്യൂച്വൽ ഫണ്ട്സ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് ഷെയർസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകൾ പോലെ ഡീൽ ചെയ്യുന്ന ഫണ്ടുകളാണ് ഇത് ETF എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ അകത്ത് ഡീലിങ്സ് നടത്താൻ പറ്റും ഷെയറുകൾ പോലെ. അടുത്തത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. In 2006, RBI permitted the introduction of GTF. They primarily invested gold and gold-related investment. 2006 മുതൽ RBI പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഫണ്ടാണ് GTF. ഇത് എവിടേക്കാണ്? ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു ഫണ്ടാണ്. അടുത്ത മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. Money market mutual funds is a special type of fund which mobilizes fund from the public and invests them in liquid money market instruments like treasury bills, commercial paper, certificate of deposit, etc. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പബ്ലിക്കിൽ നിന്ന് ഫണ്ട് സമാഹരിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ട്രഷറി ബില്ലിലും കൊമേഴ്സ്യൽ പേപ്പറിലും അതുപോലെ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് പണം സ്വീകരിച്ചിട്ട് നിക്ഷേപിക്കുന്ന എവിടെയാണ്? ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഈ പറഞ്ഞ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അടുത്തത് what is net asset value, NAV. What is net asset value? The performance of a particular scheme of mutual fund is denoted by the net asset value. In simple words, NAV is the market value of the securities held by the scheme. നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നതിനാണ്, അല്ലെങ്കിൽ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്ന് നിർണ്ണയിക്കുന്ന ഒരു അളവുകോലാണ് NAV. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ദ സ്കീം. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയാനുള്ളൊരു മാർഗ്ഗമാണ് NAV, മാർക്കറ്റ് വാല്യൂ അറിയുക. NAV is otherwise called the intrinsic value of each unit. ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് അറിയാം. അതായത് ഷെയറിൻ്റെ റിയൽ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇൻട്രൻസിക് വാല്യൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് NAV എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ശരിക്കുള്ള വാല്യൂ, മാർക്കറ്റ് വാല്യൂ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേമാണ് NAV. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ ഫണ്ട്. അപ്പോൾ ഇത് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു സൂചകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? NAV ഈസ് ദ ഇക്വേഷൻ കണ്ടോ, നെറ്റ് അസറ്റ്സ് ഓഫ് ദ സ്കീം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. നെറ്റ് അസറ്റ്, ഈ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന നെറ്റ് അസറ്റിനെ അതിൻ്റെ അത് എത്ര യൂണിറ്റുകൾ ഉൾപ്പെടുന്നുണ്ടെന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് NAV കിട്ടും. അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് വരാം. അടുത്ത വാട്ട് ഈസ് ന്യൂ ഫണ്ട് ഓഫർ. അടുത്തത് നോക്കിയാൽ മതി. ന്യൂ ഫണ്ട് ഓഫർ, NFO ഇസ് ദ IPO ഓഫ് മ്യൂച്വൽ ഫണ്ട്. NFO എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ IPO ആയിട്ട് പരിഗണിക്കുന്നു. IPO എന്താണ്? ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഷെയറുകളൊക്കെ ആദ്യമായിട്ട് ഇറക്കുന്നതിന് പറയുന്ന പേരാണ് IPO. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇറക്കുന്നതിന് പറയുന്ന പേരാണ് NFO എന്ന് പറയുമ്പോൾ ഷെയറിന് IPO ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് NFO. ദ ന്യൂ സ്കീം ലോഞ്ചസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ ടേംഡ് ആസ് എ ന്യൂ സ്കീം ഓഫറിംഗ് ഓർ ന്യൂ ഫണ്ട് ഓഫറിംഗ്. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ഇറക്കുന്നതിനെ പറയുന്ന പേരാണ് ന്യൂ സ്കീം ഓഫറിംഗ് അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫറിംഗ്. In NFO, units are issued at a face value of 10 at the time of launching the scheme. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 10 തുടങ്ങുക. അപ്പോൾ ഇതാണ്. അപ്പം പുതിയൊരു മ്യൂച്വൽ ഫണ്ട് ഇറക്കുമ്പോൾ അതിന് പറയുന്നതിനാണ് NFO എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ രൂപീകരണം, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? മ്യൂച്വൽ ഫണ്ട് ഹാവ് ടു വർക്ക് ഇൻ എ ലീഗൽ ഫ്രെയിംവർക്ക്. SEBI ഹാസ് കോൺസ്റ്റിറ്റ്യൂഡ് 4-tier സിസ്റ്റം ഫോർ മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ രൂപീകരണം ഒരു നിയമപരമായ ചട്ടക്കൂടിനുള്ളിലാണ്. അത് SEBI പറഞ്ഞിരിക്കുന്നത് ഒരു 4-tier സിസ്റ്റം, അതായത് അതിൻ്റെ അത് 4 തലങ്ങൾ ഇതിനകത്തുണ്ട്. 4 തലങ്ങളുള്ള ഒരു സിസ്റ്റമാണുള്ളത്. ഏതൊക്കെയാണ്? ദ സ്പോൺസർ,
ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി AMC, ദ ട്രസ്റ്റീസ്, ദ കസ്റ്റോഡിയൻ. ഇത്രയും കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് ഇതിനകത്തുള്ളത്. സ്പോൺസേഴ്സ്. സ്പോൺസർ മീൻസ് എനി കമ്പനി ഹു ആക്ടിങ് എലോൺ ഓർ ഇൻ കൊളാബറേഷൻ വിത്ത് അനദർ കമ്പനി എസ്റ്റാബ്ലിഷസ് ആസ് മ്യൂച്വൽ ഫണ്ട്. അപ്പം സ്പോൺസർ എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു കമ്പനി ഒന്നെങ്കിൽ തനിച്ചോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുമായിട്ട് ചേർന്നോ ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപിക്കുന്ന ഒന്നാണ് സ്പോൺസേഴ്സ് എന്താ ചെയ്യുന്നത്. ദേ ആർ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. അവരാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വക്താക്കൾ അല്ലെ പ്രൊമോട്ടേഴ്സ്. സെബി വിൽ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഓൺ ദ ബേസ് ഓഫ് ദ സൗണ്ട് ട്രാക്ക് റെക്കോർഡ് ഓഫ് ദ സ്പോൺസർ. സെബി ഇക്കാര്യത്തിൽ അനുമതി കൊടുക്കണം. ആർക്കാണ് അനുമതി കൊടുക്കുന്നത്? സൗണ്ട് ട്രാക്ക് റെക്കോർഡുള്ളവർ, അതായത് നല്ല പെർഫോമൻസ് ഉള്ളവർക്കാണ് സെബി ഇവർക്ക് ഇങ്ങനെ അനുമതി കൊടുക്കുന്നത്. 5 years എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് റിക്വയർഡ് ഫോർ ദിസ്. ഇപ്പോൾ സെബി അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക മേഖലയിൽ 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത ട്രസ്റ്റീസ്. ദ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്സ് ആർ പേഴ്സൺസ് ഹു ഹോൾഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നവരാണ് ട്രസ്റ്റീസ്. ആ വ്യക്തികളെ പറയുന്നവരാണ് ട്രസ്റ്റീസ്. ദേ കീപ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്രസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂണിറ്റ് ഹോൾഡേഴ്സ്. അപ്പം ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നവരാണല്ലോ യൂണിറ്റ് ഹോൾഡേഴ്സ്. അവരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഈ സ്വത്തുക്കൾ പരിപാലിക്കാനാണ് ട്രസ്റ്റീസിൻ്റെ ഉത്തരവാദിത്തം. ദേ ഹാവ് റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ ഇവർ സംരക്ഷിക്കണം. ദേ ഷുഡ് സീ ദാറ്റ് ദ AMC ആക്ട് ആസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് ഈ AMC ആരാണ്? സ്പോൺസേഴ്സ് അല്ലേ. അപ്പോൾ ഈ സ്പോൺസേഴ്സ് അല്ല, AMC താഴെ പറയുന്നുണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ അവർ AMC ശരിക്കും ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്തം ട്രസ്റ്റീസിനാണ്. അപ്പോൾ ട്രസ്റ്റീസാണ് ഇക്കാര്യം നോക്കുന്നത്. അടുത്തത് AMC, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 56 ആൻഡ് അപ്രൂവ്ഡ് ബൈ സെബി ഫോർ മാനേജിങ് ദ ഫണ്ട്സ് ഓഫ് ദ വേരിയസ് സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ആരാണ്? സെബിയുടെ അനുമതി അനുസരിച്ച് കമ്പനീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കുന്ന ഒരു കമ്പനിയാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ വേരിയസ് സ്കീം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പനിയാണ്. എ മ്യൂച്വൽ ഫണ്ട് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺലി ബൈ എ സെപ്പറേറ്റ്ലി എസ്റ്റാബ്ലിഷ് ഏജൻസി. അതുകൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. AMC ഓപ്പറേറ്റ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഗൈഡൻസ് ഓഫ് ദ ട്രസ്റ്റീസ്. അപ്പോൾ അങ്ങനെ രൂപീകരിക്കുന്നതാണ് AMC. AMC ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുക? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു ട്രസ്റ്റീസ്. അതായത് ഇവരുടെ സ്വത്തുക്കളെല്ലാം പരിപാലിക്കുന്നവരാണല്ലോ ട്രസ്റ്റീസ്. അവരുടെ ഗൈഡൻസിനനുസരിച്ചാണ് AMC പ്രവർത്തിക്കുക. ദ AMC ഹാസ് എ സ്പെസിഫിക് ടാസ്ക് ഓഫ് മൊബിലൈസിംഗ് ഫണ്ട്സ് അണ്ടർ ദ വേരിയസ് സ്കീം. AMC ഇങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ AMC എന്ന് പറയുന്നൊരു കമ്പനിയാണ്, അതായത് നിയമപരമായിട്ട് കമ്പനീസ് ആക്ടിൽ രൂപീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ട്രസ്റ്റീസാണ് AMCയെ നിയന്ത്രിക്കുന്നെങ്കിലും AMCക്ക് ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. AMCക്ക് നിക്ഷേപകരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യാനുള്ള അധികാരം AMCക്കുണ്ട്. അടുത്തത് കസ്റ്റോഡിയൻ. എ കസ്റ്റോഡിയൻ മീൻസ് എനി പേഴ്സൺ ക്യാരിങ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് സേഫ് കീപ്പിംഗ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഓർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി ക്ലിയറിംഗ് സിസ്റ്റം ഓൺ ബിഹാഫ് ഓഫ് ദ ക്ലയൻറ്റ്സ് ടു എഫക്റ്റ് ഡെലിവറീസ് ഓഫ് ദ സെക്യൂരിറ്റീസ്. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലയൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ആവശ്യമായി വരുമ്പോൾ നൽകാനോ ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ മീൻസ് എനി പേഴ്സൺ ക്യാരിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് സേഫ് കീപ്പിംഗ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? സേഫായിട്ട് കീപ്പ് ചെയ്യും. ക്ലിയറിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കും ക്ലയൻറ്റിന് വേണ്ടി. ക്ലിയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. അതുപോലെ സെക്യൂരിറ്റീസിനോട് ബന്ധപ്പെട്ട്. അപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ ക്ലിയറിംഗ് സിസ്റ്റവും കസ്റ്റഡിയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തികളാണ് കസ്റ്റോഡിയൻ. ദ കസ്റ്റോഡിയൻ ഷാൽ ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. ഈ കസ്റ്റോഡിയനും ആര് എന്ത് ചെയ്യണം? സെബിയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള 4 കോൺസ്റ്റിറ്റ്യൂൻസ് പാർട്ടീസാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലുള്ളത്. ആരൊക്കെയാണ്? സ്പോൺസർ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ട്രസ്റ്റീസ് ആൻഡ് ദ കസ്റ്റോഡിയൻ. അടുത്തത് സെബി ഗൈഡ്ലൈൻസ് ഫോർ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ടിനോട് ബന്ധപ്പെട്ടുള്ള സെബി ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണ്? സെബി റെഗുലേഷൻസ് 2012 ലേസ് ഡൗൺ ദ ഫോളോയിങ് ഗൈഡ്ലൈൻസ്. സെബി 2012 താഴെ പറയുന്ന ഗൈഡ് ലൈൻസൊക്കെ മ്യൂച്വൽ ഫണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. 1. എ മ്യൂച്വൽ ഫണ്ട് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഡ് ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റ് ഡ്യൂലി രജിസ്റ്റേർഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട്. മ്യൂച്വൽ ഫണ്ട് രൂപീകരിക്കുന്നത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 ഒരു രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച്
ഒരു ട്രസ്റ്റ് ആയിട്ടാണ് രൂപീകരിക്കേണ്ടത്. ആൻഡ് മാനേജർ ബൈ AMC. ട്രസ്റ്റ് രൂപീകരിച്ചാലും അത് മാനേജ് ചെയ്യുന്ന ആരായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിരിക്കണം. നെറ്റ്വർത്ത് ഓഫ് AMC ഷാൽ ബി 10 crore, ഓഫ് വിച്ച് സ്പോൺസർ ഷുഡ് കോൺട്രിബ്യൂട്ട് 40. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നെറ്റ്വർത്ത് എന്തായിരിക്കണം? 10 കോടി ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 40% ആര് സ്പോൺസർ ചെയ്യണം? ആദ്യത്തെ ആളായ സ്പോൺസർ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2, ദ സ്പോൺസർ ഷുഡ് ഹാവ് ഗുഡ് ട്രാക്ക് റെക്കോർഡ് വിത്ത് മിനിമം എക്സ്പീരിയൻസ് ഓഫ് 5 years ഇൻ ദ റിലവൻറ്റ് ഫീൽഡ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്പോൺസർക്ക് ഇക്കാര്യത്തിൽ 5 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. ദ മ്യൂച്വൽ ഫണ്ട് ഹാവ് കസ്റ്റോഡിയൻ നോട്ട് ഇൻ എനി വേ അസോസിയേറ്റ് വിത്ത് AMC. മ്യൂച്വൽ ഫണ്ടിന് കസ്റ്റോഡിയൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഈ കസ്റ്റോഡിയൻ്റെ പ്രത്യേകത മ്യൂച്വൽ ഫണ്ട് AMCയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കണം കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. AMC കസ്റ്റോഡിയൻ രണ്ടാളായിരിക്കണം. കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സേഫ് കീപ്പായിട്ട് സൂക്ഷിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരിക്കണം കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കേണ്ടത്. ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഷുഡ് ഇൻവെസ്റ്റ് ഇൻ എനി ഓഫ് ഇറ്റ്സ് സ്കീംസ് അൺലെസ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇറ്റ്സ് ഇൻറ്റൻഷൻ ടു ഇൻവെസ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ഓഫർ ഡോക്യുമെൻറ്റ്. ഇനി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് നമ്മൾ പൈസ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യരുതെന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഇൻവെസ്റ്റ് ഇൻ എനി ഓഫ് ഇറ്റ് സ്കീം അൺലെസ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇൻറ്റൻഷൻ ടു ഇൻവെസ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഓഫർ ഡോക്യുമെൻറ്റിൽ അവർ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് സകല കാര്യങ്ങൾ വെളിപ്പെടുത്താതെ എന്ത് ചെയ്യാൻ പാടില്ല? അവർ നിക്ഷേപിക്കാൻ പാടില്ല. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നിക്ഷേപിക്കുന്ന എവിടെയാണ്? മറ്റ് കമ്പനികളുടെ ഷെയറിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അവർ ഈ കാര്യം ഫുൾ ഡിസ്ക്ലോഷർ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താതെ എന്ത് ചെയ്യാൻ പാടില്ല? നിക്ഷേപിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്കീംസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച്ഡ് ബൈ ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ ട്രസ്റ്റീസ്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കൊണ്ടുവരുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീം ആര് അപ്രൂവ് ചെയ്യണം? ഇതിൻ്റെ അസറ്റുകളെ പരിപാലിക്കുന്നവരായ ട്രസ്റ്റീസ് അപ്രൂവ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സ് കനോട്ട് ഡീൽ ഇൻ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻ ഓൺ സെക്യൂരിറ്റീസ്. മ്യൂച്വൽ ഫണ്ട് ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല. ക്യാരി ഫോർവേഡ് എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ഷെയറുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പാടില്ല. എ മ്യൂച്വൽ ഫണ്ട് മേ എൻറ്റർ ഇൻ ടു ഷോർട്ട് സെല്ലിംഗ് ഓർ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ സബ്ജക്ട് ടു ഫ്രെയിംവർക്ക് സ്പെസിഫൈഡ് ബൈ ദ സെബി. മ്യൂച്വൽ ഫണ്ടിന് വേണമെങ്കിൽ ഡെറിവേറ്റീവിലും ഷോർട്ട് സെല്ലിംഗ് ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടാം. പക്ഷേ സെബി പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം. ദ ഓഫർ ഡോക്യുമെന്റ് ഓഫ് NFO ഷുഡ് കണ്ടെയ്ൻ ഡിസ്ക്ലോഷർ വിച്ച് ആർ adequate in order to enable the investors to make a informed investing decision. NFO എന്ന് പറയുന്നത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൻ്റെ ന്യൂ ഓഫറാണ്. പുതുതായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇറക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഓഫറാണ്, IPO പോലെ. അപ്പോൾ അതിലെന്ത് ചെയ്യേണ്ടിയിരിക്കണം? എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ വിവരങ്ങളും ഈ NFOയിൽ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ആൻ ഇൻഡിവിജ്വൽ സ്കീം ഷുഡ് നോട്ട് എക്സീഡ് 5% ഓഫ് ദ കോർപ്പസ് ഓഫ് എനി കമ്പനീസ് ഷെയർ. കോർപ്പസ് എന്ന് പറഞ്ഞാൽ കോർപ്പസ് മീൻസ് ഒരു പ്രത്യേക സ്കീമിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സും കൂടെ പ്രത്യേക സ്കീമിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ മൊത്തത്തിലുള്ള തുക. കോർപ്പസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ സ്കീം ഓഫ് ബൈ ഓൾ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ഇതിൻ്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക സ്കീമിൽ മനസ്സിലായോ? കോർപ്പസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ എ പർട്ടിക്കുലർ സ്കീം ബൈ ഓൾ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു പ്രത്യേക സ്കീമിലെ എല്ലാ നിക്ഷേപകരും കൂടെ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ മൊത്തത്തിലുള്ള തുകയാണ് കോർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താ മനസ്സിലായോ? ഒരു ഇൻഡിവിജ്വല് ഈ മൊത്തത്തിലുള്ള ഈ നിക്ഷേപത്തിൻ്റെ 5% കൂടുതൽ ഒരു നിക്ഷേപം എന്ത് ചെയ്യാൻ പാടില്ല? നിക്ഷേപിക്കാൻ പാടില്ലെന്നാണ് സെബി പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ ആൻ ഇൻഡിവിജ്വൽ സ്കീം ഷുഡ് നോട്ട് എക്സീഡ് 5% ഓഫ് ദ കോർപ്പസ്. അപ്പം മൊത്തത്തിലുള്ള നിക്ഷേപത്തിൻ്റെ 5% കൂടുതലായിട്ട് ഒരു ആൾ നിക്ഷേപിക്കാൻ പാടില്ല. അടുത്ത എവരി ക്ലോസ്ഡ് ഇൻ സ്കീം ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ ഓൾ സ്കീംസ് കനോട്ട് എക്സീഡ് 5% ഓഫ് ദ ഫണ്ട് ഇൻ ദ ഷെയർസ് ആൻഡ് ഡിവിഡൻഡ്സ് ഓഫ് സിംഗിൾ കമ്പനി. ഒരു കമ്പനിയുടെ മൊത്തം ഫണ്ടിൻ്റെ 15% കൂടുതലും ഒരു നിക്ഷേപനം നടത്താൻ പാടില്ല. എവരി ക്ലോസ്ഡ് എൻഡഡ് സ്കീം അതർ ദാൻ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഷുഡ് ബി ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എല്ലാ ക്ലോസ്ഡ് എൻഡഡ് സ്കീമും എന്ത് ചെയ്യണം? ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഒഴികെ എല്ലാ ക്ലോസ്ഡ് എൻഡഡ് സ്കീമും എന്ത് ചെയ്യണം? ഒരു അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. ഫോർ ഓപ്പൺ എൻഡഡ് സ്കീം ദ AMC ഷുഡ് ഇഷ്യൂ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓർ യൂണിറ്റ് സർട്ടിഫിക്കറ്റ്സ് within 5 days from the date of closure of initial subscription or date of receipt of application for the same. ഇനി ഓപ്പൺ എൻഡഡ് സ്കീമിനാണെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി AMC എന്ത് ചെയ്യണം? അവർ ആപ്ലിക്കേഷൻ കിട്ടി 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം?
ഇവർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. സർട്ടിഫിക്കറ്റോ യൂണിറ്റ്സോ 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. ദ അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ദ കണ്ടൻസ് ഓഫ് ദ ട്രസ്റ്റ് ഡീഡ്, മാനേജ്മെൻറ്റ് എഗ്രിമെൻറ്റ് ആൻഡ് സ്കീം വൈസ് ബാലൻസ് ഷീറ്റ് എക്സെട്ര. ഇനി ഇവർ അഡ്വർടൈസ്മെൻറ്റ് നടത്തില്ല, മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപിക്കാനായിട്ട് പറയുമല്ലോ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കണം, മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, മാനേജ്മെൻറ്റ് സംബന്ധിച്ച ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, എഗ്രിമെൻറ്റ് ആൻഡ് സ്കീംസ് വൈസ് ബാലൻസ് ഷീറ്റ്, എഗ്രിമെൻറ്റും അതുപോലെ തന്നെ സ്കീം വൈസ് ബാലൻസ് ഷീറ്റും ഒക്കെ ഇതിനകത്തുണ്ടായിരിക്കണം. ദ മിനിമം എമൗണ്ട് ടു ബി റേസ്ഡ് ഇൻ എ ക്ലോസ്ഡ് എൻഡ് സ്കീം 20 crores ആൻഡ് ഓപ്പൺ എൻഡ് സ്കീം 50 crores. ക്ലോസ്ഡ് എൻഡ് സ്കീമിൽ പരമാവധി തുക 20 കോടിയും ഓപ്പൺ എൻഡ് സ്കീമിൽ 50 കോടിയും ആയിരിക്കണം. എ മ്യൂച്വൽ ഫണ്ട് ഷുഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എക്സ്പെൻസസ് ആൻഡ് അപ്രോപ്രിയേഷൻസ് ഓഫ് എക്സ്പെൻസ് എമംഗ് ഇൻഡിവിജ്വൽ സ്കീം. മ്യൂച്വൽ ഫണ്ട് ഓരോ ഇൻഡിവിജ്വൽ സ്കീമിനും എന്ത് ചെയ്യണം? അതിനോട് ബന്ധപ്പെട്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്പെൻസ്, അപ്രോപ്രിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസിൻ്റെ വകമാറ്റി കാര്യങ്ങളെ സംബന്ധിച്ചല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യണം. Mutual funds are obligated to publish scheme-wise annual reports, annual statement of accounts, furnish half-yearly audited accounts, quarterly statement of movements and net asset value, and quarterly portfolio statement to SEBI. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം എന്ത് ചെയ്യണം? സെബിക്ക് പബ്ലിഷ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് ഒബ്ലിഗേറ്റഡ് ടു പബ്ലിഷ്, ഇത് പബ്ലിഷ് ചെയ്യാനുള്ള കടമയുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ആനുവൽ റിപ്പോർട്ട് വേണം, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതുപോലെ ഹാഫ് ഇയർലി ഓഡിറ്റഡ് റിപ്പോർട്ട്സ് വേണം, ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 മാസം കൂടുമ്പോഴുള്ള NAV റിസൾട്ട് വേണം, അതുപോലെ ക്വാർട്ടർലി പോർട്ട്ഫോളിയോ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം പബ്ലിഷ് ചെയ്യണം, സെബിക്ക് പബ്ലിഷ് ചെയ്യണം. അടുത്തത് നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദ സ്കീം ഷാഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ലീസ്റ്റ് 2 daily newspapers at intervals of not exceeding 1 week. അതായത് ഇവരുടെ നെറ്റ് അസറ്റ് വാല്യൂ പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു 2 ദിനപത്രങ്ങളിലെങ്കിലും ഓരോ ആഴ്ച കൂടുമ്പോഴും 2 പത്രങ്ങളിലെങ്കിലും എന്ത് ചെയ്യണം? ഇത് പബ്ലിഷ് ചെയ്യണം, നെറ്റ് അസറ്റ് വാല്യൂ. സെബി ഈസ് എംപവർഡ് ടു അപ്പോയിൻറ്റ് 1 or more persons ആസ് ഇൻസ്പെക്ടിംഗ് അതോറിറ്റി ടു ഇൻസ്പെക്ട് ദ MF. സെബിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 1 or അതിലധികമോ ആളുകളെ ഈ മ്യൂച്വൽ ഫണ്ടിനെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരപ്പെടുത്തി അപ്പോയിൻറ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി അധികാരപ്പെടുത്താനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. സെബി ഈസ് എംപവർഡ് ടു അപ്പോയിൻറ്റ് ആൻ ഓഡിറ്റർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുപോലെ സെബി ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തേക്കാം. സെബി ക്യാൻ സസ്പെൻഡ് രജിസ്ട്രേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ കേസ് ഓഫ് വയലേഷൻസ് ഓഫ് ദ പ്രൊവിഷൻസ്. ഏതെങ്കിലും മേൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ രജിസ്ട്രേഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെബിക്ക് സസ്പെൻഡ് ചെയ്യാം. അടുത്ത അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ AMFI ഈസ് എ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ഇൻ ദി മ്യൂച്വൽ ഫണ്ട് സെക്ടർ. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് സെക്ടറിലുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണിത്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1995. ഓൺ സെബി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട്സ് ഫേംസ് ആർ ദ മെമ്പേഴ്സ്. സെബിയിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും എല്ലാ ഫേംസുകളും ഇവരുടെ മെമ്പേഴ്സാണ്. എയിംസ് എന്താണ്? ഡെവലപ്പ് ടു മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ബൈ ഇംപ്രൂവിംഗ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. കാര്യക്ഷമമായ നിലവാരങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, AMFIയുടെ ലക്ഷ്യം. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലിമിറ്റേഷൻസ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ്. നമ്മൾ പഠിച്ച മ്യൂച്വൽ ഫണ്ട്സുകളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ? ഫസ്റ്റ്, മാർക്കറ്റ് റിസ്ക്. മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ലൈക്ക് എനി അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സാധാരണ മറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ മാർക്കറ്റ് റിസ്കിനും ഇവരും വിധേയരാണ്. 2, റിട്ടേൺസ് നോട്ട് ഗ്യാരണ്ടീഡ്. മ്യൂച്വൽ ഫണ്ട് main feature is portfolio diversification. This will help to minimizing the risk, but this does not result in maximization of returns or assure any level of return. അപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സെക്യൂരിറ്റീസ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് പരമാവധി കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റിസ്ക് കുറവാണെന്ന് ഓർത്ത് നമുക്ക് എന്ത് ഉറപ്പില്ല? റിസ്ക് കുറവാണെന്ന് ഓർത്ത് റിട്ടേൺ ഉറപ്പില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദിസ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺസ്, അല്ലെങ്കിൽ അഷ്വർ എനി ലെവൽ ഓഫ് റിട്ടേൺസ്. ഒരു നിശ്ചിത രൂപ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറയാൻ ഇവർക്ക് പറ്റത്തില്ല. റിസ്ക് കുറവാണെന്നുള്ള കാര്യമുണ്ട്, പക്ഷേ ഒരു റിട്ടേൺ ഉറപ്പ് പറയാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ പ്രശ്നം.
High cost or charges. The cost of managing mutual funds schemes are high. This will charge from mutual fund investors in the form of entry or exit fees, ട്രാൻസാക്ഷൻ ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ്, ബ്രോക്കറേജസ് എക്സെട്ര. ഇതിൻ്റെ ചിലവ് വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും എക്സിറ്റ് ഫീസും എൻട്രി ഫീസും ട്രാൻസാക്ഷൻ ചാർജസും ഒക്കെ ആയിട്ട് ബ്രോക്കറേജ് ഫീസൊക്കെ ആയിട്ട് ഇവരിൽ നിന്നും പരമാവധി പൈസ വാങ്ങിക്കും. അങ്ങനെ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവുണ്ട്. നോ കൺട്രോൾ ഓവർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. All type of mutual funds are managed by fund managers. The managers of mutual funds make all decisions about the investment fund, which securities to buy and sell and what to do so. As a result, investors do not have any control over his management. സാധാരണ നമുക്ക് ഷെയറുകൾ ഡീൽ ചെയ്യാനായിട്ട് നമുക്കൊരു നിയന്ത്രണമുണ്ട്, ഏത് ഷെയർ വാങ്ങിക്കണം, ഏത് ഷെയർ വിൽക്കണം സംബന്ധിച്ചൊക്കെ. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആരായിരിക്കും? മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സാണ്. അതുകൊണ്ട് നിക്ഷേപകർക്ക് ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അവർക്ക് യാതൊരു നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റത്തില്ല. Lock-in period. There will be lock-in period for certain type of mutual fund schemes like a closed-end scheme. This will prevent investors cashing the investment when is needed. അതായത് ലോക്കിൻ പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചില പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലോക്കിൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റുള്ളൂ. ദിസ് വിൽ പ്രിവെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാഷിങ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ നീഡ്. നമുക്ക് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ആക്കാൻ പറ്റത്തില്ല. ക്യാഷിങ് അത് നമുക്ക് പെട്ടെന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ആക്കാൻ പറ്റത്തില്ല, ലോക്കിൻ പീരീഡ് കഴിയാതെ. ചിലപ്പോൾ 2 വർഷത്തേക്ക് ലോക്കിൻ പീരീഡ് ആണെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വിൽക്കാൻ പറ്റുള്ളൂ. ഇനി ദേ വിൽ ബി ചാർജ് ഫോർ എയർലി വിഡ്രോവൽ ഫ്രം ദ സച്ച് സ്കീം. ഇനി നേരത്തെ നമുക്ക് പിൻവലിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്തേക്കാം, നമ്മളിൽ നിന്ന് പൈസ ഈടാക്കിയേക്കാം, ചാർജ് ചെയ്യും. ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. Diversification is often cited as one of the main advantages of mutual fund. However, there is always risk of the over diversification, which may increase the operating cost of fund, which may dilute the relative advantage of diversification. ഡൈവേഴ്സിഫിക്കേഷൻ ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം നമ്മൾ കൊടുക്കുന്ന തുക പല ഷെയറുകളിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഒരു ഷെയറിന് നഷ്ടം സംഭവിച്ചാലും നമുക്ക് മൊത്തത്തിൽ നഷ്ടം വരത്തില്ല, അതൊരു നേട്ടമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് അവിടെ ഒരു ഓപ്പറേറ്റിംഗ് ഫണ്ടിൻ്റെ കോസ്റ്റ് കൂടുകയും അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനോടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കുകയും ചെയ്യാം. ഇപ്പോൾ 2-3 ഷെയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കുറേയധികം ഷെയറുകളിലേക്ക് നമ്മുടെ ഫണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓരോ ഫണ്ടിനും നമ്മുടെ ചാർജ് വരുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റ് ചില ഫണ്ടിൽ നിന്നും കിട്ടുന്ന പ്രയോജനങ്ങൾ ഈ ഓവർ ഡൈവേഴ്സിഫിക്കേഷനോട് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്രയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നോട്ട്സുകൾ കൃത്യമായിട്ട് എഴുതി അയക്കുക. താങ്ക് യു.